ഹലോ, നമസ്കാരം കൂട്ടുകാരെ. നിങ്ങൾ ഓൺലൈൻ മീഡിയയിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഒക്കെ നിങ്ങൾ കേട്ട് കാണും, അയർലൻഡിൽ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല, നേഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല. അപ്പം അയർലൻഡിലേക്ക് നിങ്ങൾ പ്ലാൻ ഇടണ്ട വരുവാനായിട്ട്. ഇനിയിപ്പൊ നിങ്ങൾ DL എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നവരാണെങ്കിൽ തൽക്കാലം നിങ്ങൾ DL എടുക്കല്ലേ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടു കാണും. തീർച്ചയായിട്ടും നിങ്ങൾ OET പാസ്സായി ഡിസിഷൻ ലെറ്ററും കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോകൾ യൂട്യൂബിലോ അല്ലെങ്കിൽ മീഡിയയിൽ നിങ്ങൾ സെർച്ച് ചെയ്യും, അയർലൻഡിലെ സ്ഥിതി എന്താണ് ഇപ്പൊ നടക്കുന്നതെന്ന്. അപ്പൊ അവിടെ കാണിക്കുന്നത് അവർ പറയുന്നത് പല യൂട്യൂബുകാരും ഇങ്ങനെയുള്ള കാര്യം, അയർലൻഡിൽ ഇത് ഫ്രീജ് ആയിട്ടിരിക്കുക, നേഴ്സിംഗ് റിക്രൂട്ട്മെന്റ് വാന, അത് കാരണം HSC റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല. HSC റിക്രൂട്ട്മെന്റ് നടന്നാലേ മറ്റു നേഴ്സിംഗിന്റെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് നേഴ്സുമാര് അങ്ങോട്ട് HSCയിലേക്ക് റിക്രൂട്ട്മെന്റ് ആയി പോയാലേ അവിടെ വേക്കൻസി വരത്തുള്ളൂ. പക്ഷെ ആ കണ്ട വീഡിയോയിലൊന്നും നിങ്ങൾക്ക് ഒരു കാര്യം ആരും പറഞ്ഞു തന്നിട്ടുണ്ടാകില്ല. നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ ഒന്ന് മാനേജ് ചെയ്ത്, ഇപ്പൊ ഞാൻ പറയാൻ വന്നത്, ഞാനിപ്പം 2-3 കാര്യങ്ങളെ നിങ്ങളോട് സംസാരിക്കുന്നുള്ളൂ. അയർലൻഡിൽ ഇപ്പോൾ നേഴ്സ് റിക്രൂട്ട്മെന്റ് ഇല്ലേ? ഈ റിക്രൂട്ട്മെന്റ് എഴുതിയിരിക്കുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് ക്ഷമിക്കുക, അത് അങ്ങനെ വരുന്നുള്ളൂ. അയർലൻഡിൽ ഇപ്പോൾ നേഴ്സ് റിക്രൂട്ട്മെന്റ് ഇല്ലേ? 1. 2, അയർലൻഡിൽ വിദേശ നേഴ്സുമാരുടെ റിക്രൂട്ട്മെന്റിന്റെ സ്ഥിതി എന്താണ് അവരുടെ സ്ഥിതി? ഇനി 3-മത്തത്, അയർലൻഡിൽ വിദേശ നേഴ്സുമാരുടെ റിക്രൂട്ട്മെന്റിന്റെ പ്രശ്നം എന്താണ്? അവരുടെ ആ റിക്രൂട്ട്മെന്റ്, നേഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ്, ഓവർസീസ് നേഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ലെങ്കിൽ അതിന്റെ പ്രശ്നം എന്താണ്? 2 കാര്യങ്ങളിലൂടെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഇതാരും നിങ്ങൾക്ക് ഇതിനു മുന്നേ കണ്ടിട്ടുള്ള വീഡിയോയിലൊന്നും ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും. നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഡിസിഷൻ ലെറ്റർ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എടുക്കണ്ട, ഇനി കുറച്ച് കഴിഞ്ഞെടുത്താൽ മതി, അല്ലെങ്കിൽ ഡിസിഷൻ ലെറ്റർ ഉള്ളവർക്ക് അത് വീണ്ടും റിന്യൂ ചെയ്യുന്ന നിങ്ങളിപ്പം ഇപ്പം ചെയ്യേണ്ട എന്നൊക്കെയുള്ള വീഡിയോ കേട്ടു. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അയർലൻഡിൽ റിക്രൂട്ട്മെന്റ്, ഓവർസീസ് നേഴ്സിന്റെ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ നേഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? 2 കാര്യങ്ങളോട് നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അത് ഏതൊക്കെയാ 2 കാര്യങ്ങളിൽ നിന്ന് ഞാൻ വഴിയെ നിങ്ങളോട് പറയുന്നതാണ്. ആ 2 കാര്യങ്ങളിലൂടെ നമുക്ക് ഈ പ്രശ്നം ഒരു 90% വരെ നമുക്ക് ഇതിനെ പരിഹരിക്കാൻ പറ്റും. നിങ്ങളെ പ്രൂഫ് കാണിച്ചുകൊണ്ട് സംസാരിക്കാം. ഇത് ആപ്ലിക്കേഷൻ അയച്ചതിന്റെ ആ ഒരു ഇമെയിൽ ഐഡിയ, ഇത് മോഡൽ ഇമെയിൽ ഐഡിയ. ഇതിനകത്തൂടെ ഇപ്പൊ 30-ാം തീയതി നിങ്ങൾ ശ്രദ്ധിക്കണം. 30-ാം തീയതി എത്ര വേക്കൻസിയുടെ എനിക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത. അപ്പം ബിൻ സൈക്കിളിൽ നിന്നാണ് ഞാനിതിപ്പോ ഈ മെയിലിൽ കാണിക്കുന്നത്. ഇവിടെ ബിന്നിന്റെ ഇത് നോക്കണം നിങ്ങൾ, ഇവിടെ ഹൈലൈറ്റ് ബിൻ സൈക്കിളിൽ നിന്നാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പം ഇവിടെ എല്ലാം ഇൻഡീഡിൽ നിന്നാണ്. ഇൻഡീഡ് ആപ്ലിക്കേഷൻ, സ്റ്റാഫ് മിഡ്വൈഫിന്റെ ഇതുണ്ട്, ആപ്ലിക്കേഷൻ ഡിസബിലിറ്റി നേഴ്സിന്റെ ഉണ്ട്. പിന്നെ ഈ അയക്കുന്നത്, ഇനി നിങ്ങൾ ഒരുപക്ഷെ ചിലർ പറയും ഇൻഡീഡിന്റെ അതിന്റെ കള്ളത്തരവോ അല്ലെങ്കിൽ അവർ ശരിയല്ലെന്ന്. അങ്ങനല്ല, അയക്കുന്നതെല്ലാം കറക്റ്റാണ്, പക്ഷെ എക്സ്പീരിയൻസ് കുറവാ. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് പിന്തള്ളപ്പെടുക. ഇപ്പൊ ഇവിടെ ഞാൻ അയച്ച ഉടനെ ഇവിടുന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, യു ഹാവ് ന്യൂ മെസ്സേജ് സെൻഡ് ടു ലിയോൺ വെൽ ഹിമിട്ടൺ. അവിടുന്ന് ഞാനൊരു ആപ്ലിക്കേഷൻ അയച്ചതിന്റെ അവിടുന്ന് വന്നിരിക്കുന്നതാ. ബി അപ്രീഷിയേറ്റ് യുവർ ഇൻട്രസ്റ്റ് ഇൻ Morrison Foundation and the position for which you applied. We are reviewing application currently and expect to schedule interview in the next couple of weeks. If you are selected for an interview, you can expect a phone call from our human resource staff shortly. അതായത് ഞാൻ പറയാതെ തന്നെ ഞാൻ എഴുതിയിരിക്കുന്ന, അതായത് അവർക്ക് ആപ്ലിക്കേഷൻ കിട്ടി, ഒരുപാട് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകുവാൻ ഒരു ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആകുകയാണെങ്കിൽ നിങ്ങളെ വിളിക്കും. അപ്പം ഇൻഡീഡിൽ കൂടെ വരുന്നത് വളരെ ഇൻഡീഡിൽ കൂടെ നമുക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ അപ്ലൈ ചെയ്യുവാനുള്ള അവർ തരുന്നത് വളരെ ക്ലിയർ ആണ് അതിനകത്ത്. അപ്പൊ ഇത് കണക്ക് നിങ്ങൾ നോക്കണം. ഇവിടെ 30-ാം തീയതിയാണ് ഇതെല്ലാം കാണിക്കുന്നത്. എത്രയുണ്ട്? ഇൻഡീഡ് അപ്ലൈ ഓരോ പോസ്റ്റ് കണക്കാണ്. ഇനി ചില ഇതിനകത്ത് ഒരെണ്ണം തുറക്കുമ്പോൾ അതിനകത്ത് ഒന്നിൽ കൂടുതലുണ്ട്. അപ്പം ഇത് ഞാൻ അപ്ലൈ ചെയ്തതിൻ്റെയാ പറയുന്നത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏജൻസി ജനറൽ നേഴ്സ് ആണ് കൂടുതലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഏജൻസി ജനറൽ നേഴ്സിന്റെ വേക്കൻസിയാണ് വരുന്നത്. അപ്പം 30-ാം തീയതി ഉള്ള ഞാൻ ചെയ്തതാ ഇതെല്ലാം. ബ്രദേഴ്സ് ചാരിറ്റി സർവീസ്, ഐലൻഡ് ഹാറിംഗ് സപ്പോർട്ട് വർക്കർ, അത് പോട്ടെ നമ്മൾ. അപ്പം ഇങ്ങനെയുള്ള നേഴ്സുമാരുടെ ഒരുപാട് വേക്കൻസി വരുന്നുണ്ട്. അപ്പം എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ്, നിങ്ങൾ ഇൻഡീഡിൽ നിങ്ങൾ
ഇത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക എന്ന് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്ത് അതിനകത്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നോട്ടിഫിക്കേഷൻ എന്നും വരും. ഒരു 10-30 നോട്ടിഫിക്കേഷൻ എങ്കിലും വരും. ചിലപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് എനിക്കറിയാം ഇതൊന്നും കിട്ടുന്ന കാര്യമല്ല, എങ്കിലും ചെയ്യുക. ദൈവത്തിന്റെ കരുണയുണ്ടെങ്കിൽ ചിലപ്പം ദൈവത്തിന്റെ കരങ്ങൾ നമ്മളെ സ്പർശിക്കും എന്നൊക്കെ പറയത്തില്ല. അത് കണക്കൊരു സാഹചര്യം ഉണ്ടായാൽ ആ മിറക്കിളിൽ ഒരു ജോബ് കിട്ടിയാലോ എന്ന് വിചാരിച്ച എല്ലാത്തിനും നേഴ്സിംഗ് ഹോമിന്റെ വരുന്നുണ്ട് വേക്കൻസി, അത് കണക്ക് തന്നെ കെയർ ഹോമിന്റെ വരുന്നുണ്ട്, അത് കണക്ക് തന്നെ ഹോസ്പിറ്റലിന്റെ വരുന്നുണ്ട്, HSCയുടെയും വരുന്നുണ്ട്. അപ്പം ഇവിടെ ഇതെല്ലാം ഇൻഡീഡിന്റെ ബ്ലാക്ക് റോക്ക് ഹെൽത്ത് ബ്ലാക്ക് റോക്ക് ക്ലിനിക്കിലേക്ക് ഞാൻ അയച്ചതിന്റെയാണ്. അവരുടെയാണ് ഈ മെസ്സേജ് വന്നിരിക്കുന്നത്. അവരുടെ മെസ്സേജ്, താങ്ക് യു ഫോർ യുവർ ആപ്ലിക്കേഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ വർക്കിംഗ് വിത്ത് us at ബ്ലാക്ക് റോക്ക് ഹെൽത്ത് ക്ലിനിക്. വി ആൾസോ വാണ്ട് to thank you for the time effective invest received a large number of applications and applicants for reviewing our application detail. Unfortunately, we are emailing to inform you that this time we won't be able to invite you to the next round. അതായത് ഇങ്ങനെയുള്ള ഇൻഡീഡിൽ കൂടെ അയക്കുന്ന മിക്കതിനും അവരുടെ കമ്പനി, അല്ലെങ്കിൽ ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ, ക്ലിനിക് ആണെങ്കിൽ ക്ലിനിക്ക്, ഹെർവോ ആണെങ്കിൽ അവരുടെ റിപ്ലൈ വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയും അയർലൻഡുമായിട്ടുള്ള ഒരു വ്യത്യാസം അതാണ്. ഇവര് നമുക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്തായെന്ന് ആ പർട്ടിക്കുലർ ഡേറ്റ്, ഒരു സ്റ്റെപ്പുലേറ്റഡ് ഒരു ഷെഡ്യൂൾഡ് ഡേറ്റിനുള്ളിൽ നമുക്ക് അതിന്റെ കിട്ടിയിരിക്കും ആ നമ്മുടെ ആപ്ലിക്കേഷനെ പറ്റിയുള്ളത്. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ഇല്ല, അവിടെ നമ്മൾ അത് വെയിറ്റ് ചെയ്യേണ്ട. അപ്പം ഇത് കണക്ക് ഇതെല്ലാം നോക്കി 30-ാം തീയതിയുടെ ഇത്രയും വേക്കൻസി ഉണ്ട്. അത് കഴിഞ്ഞ് 29-ാം തീയതി എല്ലാം ഇൻഡീഡിന്റെ വേക്കൻസിയാ, 29-ാം തീയതി. അപ്പൊ നിങ്ങൾ ഇൻഡീഡിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ആർക്കെങ്കിലും ഇൻഡീഡിൽ രജിസ്റ്റർ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇൻഡീഡിൽ രജിസ്റ്റർ ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾ ഇൻഡീഡ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുള്ളത് ഇത് ഐറിഷ് ജോബാണ്. ഞാനിവിടെ ഐറിഷ് ജോബ് എന്നുള്ളതിൻ്റെ ഇവിടെ ജോബ് ലോഗിൻ എന്നുണ്ട്. ഇത് ഞാൻ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഐറിഷ് എന്നുള്ള ഇതിനകത്ത് ഞാൻ ഇവിടെ നോക്കി, നിങ്ങൾക്ക് എൻഡോസ്കോപ്പി സ്റ്റാഫ് നേഴ്സിന്റെ വേക്കൻസി ഉണ്ട്, റിലീഫ് പാനൽ സ്റ്റാഫ് നേഴ്സിന്റെ ഉണ്ട്, തിയേറ്റർ സ്റ്റാഫ് നേഴ്സിന്റെ ഉണ്ട്, ഒക്യുപേഷണൽ ഹെൽത്ത് നേഴ്സിന്റെ ഉണ്ട്. അതിനെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവര് രണ്ട് കാര്യങ്ങളോട് നമ്മൾ മെയിനായിട്ട് 2 കാര്യങ്ങൾ ചോദിക്കും. ഒന്ന്, നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സായിട്ട് നിങ്ങൾക്ക് പിൻ നമ്പർ ഉണ്ടോന്ന്, ഇവിടുത്തെ NMVയുടെ പിൻ നമ്പർ ഉണ്ടോന്ന്, അതാണ് മെയിൻ പ്രശ്നം. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായിട്ട് ചോദിക്കുന്നത് നിങ്ങൾ അയർലൻഡ് സെറ്റിലാണോ, നിങ്ങൾക്ക് വിസ ഏത് വിസയാണ്. അപ്പൊ ഈ 2 കാര്യം വരുമ്പോഴത്തേക്ക് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സാകണമെന്നുള്ള DL കിട്ടിയിട്ടേ ഉള്ളൂ. ആ DL നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ, നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും എംപ്ലോയർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം പക്ഷെ ഇവരിതാ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏത് വിസ ഉണ്ടോ ഇവിടുത്തെ, അത് കണക്ക് തന്നെ നിങ്ങൾക്ക് ഇത് പിൻ നമ്പർ ഉണ്ടോന്ന്. അപ്പൊ ഈ 2 കാര്യം നമ്മുടെ ഇല്ല. അപ്പൊ ഈ 2 കാര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പം വളരെ ലഘുവായിട്ട് നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏതൊക്കെ ഇത് ഇൻഡീഡ് ഒരു മെയിൻ ഏജൻസിയാണ്, അത് കണക്ക് തന്നെ ഐറിഷ് ജോ ഒരു മെയിൻ ഇതാണ്. ഇതിനകത്തൊക്കെ വേക്കൻസി സീമോർ എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ഇനിയും വേക്കൻസി ഉണ്ട്, ഒരുപാട് വേക്കൻസി ഉണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നമാണ് ഇവിടെ ഒരുപാട് നിങ്ങൾ നോക്കിയ സ്റ്റാഫ് നേഴ്സ്, കെയർ ഹോം ഉണ്ട്, എമർജൻസി നേഴ്സ് ഉണ്ട്. ഈ ഐറിഷ് ജോ എന്നൊക്കെ പറഞ്ഞാൽ ഇത് കള്ളത്തരമല്ല, ഇതൊക്കെ ശരിയാ. അതായത് മിക്കതിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഡയറക്റ്റ് അവരുടെ ആ ഒരു വെബ്സൈറ്റിലെ അപ്ലൈ ചെയ്ത വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അവർ എംപ്ലോയർ ചോദിക്കുന്ന ആ ക്വസ്റ്റ്യനാണ് നമ്മൾ ആൻസർ കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഇവിടെ കൂടുതൽ ഇപ്പം വരുന്ന വേക്കൻസി ഏജൻസി നീഡ്സിന്റെ. പക്ഷെ ഏജൻസി നീഡ്സിന്റെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവർ ചോദിക്കുന്നതായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അറിയാം. നമുക്ക് DL കിട്ടിയിട്ടേ ഉള്ളൂ, നമ്മൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ എത്തിയാലല്ലേ അയർലൻഡിലെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ ഈ ഒരു 2 കാര്യമാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. ഈ ഒരു 2 കാര്യം കൊണ്ടാണ് നമുക്ക് ഇവിടെ വന്നു പറ്റുകയില്ലാത്തതും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇതിനെ മറികടക്കാൻ പറ്റും. അതായത് ഒന്നാമത്, ഇപ്പൊ ഇഷ്ടം പോലെ അയർലൻഡിലെ നിങ്ങൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇത് ഗൂഗിളിലോ നോക്കണം,
നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻറ്റിനെ വിടുന്നതിൻ്റെ അതിൻ്റെ എഡ്യൂക്കേഷൻ്റെ വാൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഏജൻസികളുണ്ട്. ചിലയിടത്ത് നമുക്ക് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ആണെങ്കിൽ അതിനൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റുഡൻ്റായിട്ട് പഠിക്കുമ്പോഴത്തേക്ക് ഒരു വർഷത്തെ, ഇപ്പം നിങ്ങൾ BSc പാസ്സായിട്ടാണല്ലോ നിങ്ങൾക്ക് DL കിട്ടിയത്. അപ്പം നിങ്ങൾ MScക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക. MScക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് MSc ഒരു വർഷമേ ഉള്ളൂ. നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ 2 വർഷമാണെന്ന് എനിക്ക് തോന്നുന്നത്, ഇവിടെ ഒരു വർഷമേ ഉള്ളൂ. അപ്പം നമുക്ക് 3 വർഷത്തെ വിസ കിട്ടും നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോൾ. അതായത് ഒരു വർഷം പഠിക്കാനുള്ളതും രണ്ട് വർഷത്തെ സ്റ്റേ വായിക്കുക. അപ്പം 3 വർഷത്തെ വിസ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ ഇവിടെ വന്നെത്തുവാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു വേ ഇതേ ഉള്ളു. അപ്പം ആ ഒരു വേയിലൂടെ നമ്മൾ വരിക, ഇവിടെ വന്ന് നമ്മൾ പഠിക്കുക. ഇച്ചിരി പൈസ ചിലവാകും, അങ്ങനെ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ കാണിക്കണം. അതുകൂടാതെ ട്യൂഷൻ ഫീസ് നമ്മൾ ആദ്യമേ കൊടുക്കണമായിരിക്കും. അതിനെപ്പറ്റി നിങ്ങൾ അന്വേഷിച്ചാലേ അതിൻ്റെ ആ കാര്യങ്ങളെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയുവാൻ പറ്റത്തുള്ളൂ. ഞാനും എൻ്റെ മകൾക്ക് വേണ്ടി അങ്ങനെയുള്ള ഒരു ചാൻസിനെ പറ്റിയാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നിതായി നിങ്ങൾ എഡ്യൂക്കേഷൻ സ്റ്റുഡൻ്റ് ആയിട്ട് വരിക. സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വർഷത്തെ വിസ കിട്ടും. നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പിൻ നമ്പർ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നേഴ്സായിട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ സൈഡിലൂടെ നിങ്ങൾക്ക് ഇത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടോ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടോ വർക്ക് ചെയ്യാൻ പറ്റും കുറച്ച് നാളത്തേക്ക്. പിൻ നമ്പർ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഈ നേഴ്സിംഗ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പിൻ കിട്ടും. കാര്യം രജിസ്ട്രേഷൻ ആവും ഇവിടുത്തെ പഠിത്തം കഴിയുമ്പോഴത്തേക്ക്. അപ്പം ആ ഒരു ചാൻസ് നിങ്ങൾക്കുണ്ട്. ഇതിൽ ഇച്ചിരി പൈസ നിങ്ങൾ നല്ല ഏജൻസി നോക്കി നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. ഏജൻസികൾ 99% എനിക്ക് തോന്നുന്നത് ശരിയായിരിക്കത്തില്ല. പക്ഷെ നല്ല ഏജൻസികളും ഉണ്ട്. ഒന്നത്. രണ്ടാമത്, നിങ്ങളൊരു വിസിറ്റിംഗ് വിസയിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ വിസിറ്റിംഗ് വിസയിൽ വന്ന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുമ്പോഴത്തേക്ക് ചിലർ പറയുന്നു, ചിലരെന്നല്ല, ചിലർ ഒരു വീഡിയോയിൽ ഞാൻ കണ്ട് അവരിട്ടിരിക്കുന്നത് ഇത് വിസിറ്റിംഗ് വിസയിൽ വന്ന് ഇത് നമുക്ക് ഇത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ വിസിറ്റിംഗ് വിസയിൽ വന്ന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതി ജയിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പിൻ നമ്പർ കിട്ടും. അപ്പോൾ ഒരു കടമ്പ നമ്മൾ കടക്കും. പിന്നെ ഇവിടുത്തെ വിസ ഇല്ലെന്നുള്ള അതത്ര കാര്യമല്ല, പക്ഷെ പിൻ നമ്പരാണ് മെയിൻ. അപ്പൊ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, നിങ്ങൾ ഇത് സ്റ്റുഡൻ്റ് ആയിട്ട് വരാൻ ശ്രമിക്കുക. നല്ല ഏജൻസിയെ കണ്ടുമുട്ടി ആവശ്യമുള്ള അവരുടെ എന്തൊക്കെ കാര്യങ്ങൾ, സ്കോളർഷിപ്പും കിട്ടും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ആ സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾ ഇവിടെ വന്ന് സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന് വർക്ക് ചെയ്യാൻ, ഇത് സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ട് ഇത് പാർട്ട് ടൈം ചെയ്ത് നിങ്ങളുടെ ആ ഒരു 2 കാര്യങ്ങളും കൂടെ നിങ്ങൾ നടത്താൻ നോക്കുക. ഒരു വർഷത്തേ ഉള്ളൂ MSc ഇവിടെ പഠിക്കുകയാണെങ്കിൽ, MSc നേഴ്സിംഗ്. അത് കണക്ക് തന്നെ നിങ്ങൾ ഇവിടെ നിങ്ങൾ വിസിറ്റിംഗ് വിസയിൽ വന്ന് വിസിറ്റിംഗ് വിസയുടെ കാര്യം നിങ്ങൾ അന്വേഷിക്കണം. എനിക്കത്ര കൺഫേം അല്ല. ഞാൻ നേരത്തെ കൺഫേം ആയിരുന്നു, പക്ഷെ ആ വീഡിയോ ഒരു ലേഡി ഇട്ടിരുന്നു. അത് കണ്ടത് പിന്നെ ഞാനും പേടിച്ചിരിക്കുക. വിസിറ്റിംഗ് വിസയിൽ വന്ന് അത് ചെയ്യാം കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ നല്ലൊരു കാര്യം. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതെന്ന് പറയാം. അപ്പം ശരി, ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.